പ്രേമൊക്കെ ഉണ്ടായിരുന്നു പണ്ട്? കെട്ടിയൊരു പ്രേമം ഉണ്ടായിരുന്നു. അത് ഈ ദിവസത്തെ പ്രത്യേകതയിൽ ഓർക്കുന്നില്ല. റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കുന്നെങ്കിൽ ഇതുപോലെ ഈ പ്രായത്തിൽ ആസ്വദിക്കണം. ചെറുപ്പത്തിന്റെ ആ ഓർമ്മകളാണ് ഇന്ന് ഫെബ്രുവരി 14-ാം തീയതി. ഏത് ദിവസം നിങ്ങൾക്കറിയാം? നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. പഴയ കാലത്തെ ആ ഓർമ്മകളും ഇപ്പോൾ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്, എങ്ങനെ റിട്ടയർഡ് ലൈഫ് എങ്ങനെയാ ആസ്വദിക്കുന്നത്? ഇപ്പൊ എന്ത് യാത്ര പോകാനാണ് ഉദ്ദേശിക്കുന്നത്? ഏത് യാത്രക്കും പോകും. വളരെ ലൈഫ് സന്തോഷമാണ്. ഒരു സങ്കടമൊന്നുമില്ല. പഴയകാലൊക്കെ ഓർമ്മ വരുന്നില്ല? തീർച്ചയായിട്ടും. പ്രേമൊക്കെ ഉണ്ടായിരുന്നു പണ്ട്? കെട്ടിയൊരു പ്രേമം ഉണ്ടായിരുന്നു. അത് ഈ ദിവസത്തെ പ്രത്യേകതയിൽ ഓർക്കുന്നില്ല. വാലന്റൈൻ ഡേയിലാണ് നമ്മൾ ഈ ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. അപ്പൊ അത് ഒരു പ്രത്യേക ദിവസമായതുകൊണ്ട് അന്ന് തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓ, ഈ ദിവസം തന്നെ സെലക്ട് ചെയ്തതിന് വേണ്ടിയാണല്ലേ? ഒന്നും പറയാനില്ലല്ലോ അപ്പൊ അതിനെ പറ്റി. ഇന്നിപ്പോ വേറെ ആർക്കൊക്കെ പ്രേമുണ്ടായി? എല്ലാവർക്കും പ്രേമുണ്ടായി. അയ്യോ, ആ പ്രേമിച്ച ആൾ ഇപ്പോഴും കൂടെ ഉണ്ടാ? വിട്ടുകിട്ടൊന്നുമില്ലല്ലേ? രണ്ടെണ്ണമൊക്കെ ഉണ്ടാ? ആ, ഇവിടെ പ്രേമിച്ചാളാണ്. ഇതാണോ ഇതേ പഴയ കാലത്തെ പ്രേമം ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ ഇപ്പോഴത്തെ പഴയ കാലത്തെ പ്രേമം? ചില പ്രേമങ്ങളുടെ കുരിശ് തലയിലാവും. തലയിലാവൂല്ലേ? അത് മേത്തുനിന്ന് പോവേയില്ല അല്ലേ? അത് ശരി. ഇല്ല, ഇനിയും ജീവിക്കും. അതായത് റിട്ടയർഡ് ലൈഫ് നമ്മൾ സന്തോഷിച്ചു കഴിഞ്ഞാൽ എത്ര ആളുകൾ ജീവിക്കും. നമ്മൾ വിദേശികളെ കണ്ടല്ലേ, അവർ 60 കഴിഞ്ഞ പിന്നെ ലോകം സഞ്ചരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഈ എറണാകുളം മാത്രം എന്നിട്ട് കാര്യമുണ്ടോ? വിദേശത്തൊക്കെ പോകണ്ടേ? അത് ശരി. എന്തൊക്കെ അനുഭവം പറയാനുള്ളത്? ഒറ്റക്ക പോണോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോണേ? അത് ശരിയാ. ഇപ്പൊ പേരക്കുട്ടികളെ നോക്കണ പ്രാണിയായിരിക്കുമല്ലേ കൂടുതലെല്ലായിരിക്കും അല്ലെ? ഈ കാണുന്നവർക്കൊക്കെ പേരക്കുട്ടികളുടെ പണിയായിരിക്കുള്ളൂ. പേരക്കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോവാ, ട്യൂഷന് കൊണ്ടുപോവാ. അതാരാ ഓസ്ട്രേലിയയിൽ നിന്നാള്? ഇതാണോ സുരേഷിന്റെ ഭാര്യ? ഓസ്ട്രേലിയ പോയിട്ട് ഞങ്ങൾ മെൽബൺ, കാൻബറ അടിച്ചു പൊളിച്ച്. ഞാൻ ഹസ്ബൻഡ് മാത്രം. അത് ശരി. ഓ, അപ്പൊ ഈ ചെറുപ്പത്തിൽ കിട്ടാത്തത് ഈ പ്രായത്തിലാണ് ആസ്വദിച്ചിട്ടുണ്ട്. വേറെ തല്ലും മഴക്കൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും പുതിയ ചെറുപ്പാനുഭവം പറയാനുള്ളതായിരിക്കാം. എത്ര ആളായി റിട്ടയർഡ് ആയിട്ട്? ഇപ്പൊ കുറച്ചു കൊല്ലായി. സന്തോഷം, ജീവിത സന്തോഷം, ഒരു കുഴപ്പമൊന്നുമില്ല. ഇതാണ് റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുന്നത്. ഇതാണ് അല്ലേ? നമ്മള് എന്നും ബിസി ആയിരിക്കാം. അല്ലെ വീട്ടിലടഞ്ഞുകൂടി ഇരുന്ന് ഇല്ലാത്ത അസുഖങ്ങളൊക്കെ കയറി. അപ്പൊ ഇതാകുമ്പോ നല്ല സന്തോഷിച്ചിട്ട് ഇപ്പൊ ബോട്ട് യാത്രയാണ് എല്ലാരും ചെയ്യാൻ പോണേ അല്ലേ? ഞങ്ങളാണ് ഓർഗനൈസർ. പേര് പറഞ്ഞില്ല. അതാരാ ഓർഗനൈസർ? ആരാ ഇതിന്റെ ക്യാപ്റ്റൻ? ആരാ? മൂന്ന് പേരാണ്. ആ, ക്യാപ്റ്റന്റെ കാര്യങ്ങൾ പറയും. എന്തൊക്കെയാണ് നിങ്ങൾ ബോട്ട് യാത്ര ചെയ്യാൻ പോകുന്നത്? സംഘടിപ്പിച്ച ഒരു ഏകദിന വിനോദയാത്രയാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി പെൻഷനേഴ്സ് അവരുടെ ഫാമിലിയും അവിടുത്തെ ജീവനക്കാരും റിട്ടയർ ചെയ്ത ജീവനക്കാരും കൂടി ഒരുമിച്ച് സംഘടിപ്പിച്ച് നടത്തുന്ന ഒരു വിനോദയാത്ര. ഇത് എല്ലാ വർഷവും നടത്താറില്ല? ഞങ്ങളിത് രണ്ടാമത്തെ പ്രാവശ്യം. സംഘടന രൂപീകരിച്ചതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ. ഒരു പുതിയൊരു അനുഭവമാണ് അല്ലേ? നമ്മുടെ ചെറുപ്പകാലമൊക്കെ നമുക്ക് വീണ്ടും കിട്ടി അല്ലേ? നമുക്ക് കയറാം. അന്ന് കയറാവാ. മറ്റുള്ളവരെ ആശ്രയിക്കാതെ സാമ്പത്തിക സുരക്ഷിതത്തോടെയുള്ള റിട്ടയർമെന്റ് കാലം സാധ്യമാവണമെങ്കിൽ ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കുന്ന കാലത്ത് തന്നെ ചിന്തിച്ചു തുടങ്ങണം. ജീവിത തിരക്കുകൾക്കിടയിൽ റിട്ടയർമെന്റ് ലൈഫിനെ കുറിച്ചും റിട്ടയർമെന്റ് പ്ലാനിങ്ങിനെ കുറിച്ചുമൊക്കെ ചിന്തിക്കുന്നവർ തന്നെ വിരളമാണ്. വീടും കുടുംബവും മക്കളും കൊച്ചുമക്കളുമായി വർഷങ്ങൾ കൺചിമ്മി തുറക്കുമ്പോഴേക്കും മാറിമറയും. 30കളുടെ മധ്യത്തിൽ പോലും വിരമിക്കൽ കാലത്തെക്കുറിച്ച് പലരും ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല എന്നതാണ് വാസ്തവം. റിട്ടയർമെന്റിനു ശേഷം കാര്യങ്ങൾ മാറിമറിയും. വരുമാനമുണ്ടായിരുന്ന കാലത്തെ ജീവിതം പോലെ ജീവിക്കാൻ കഴിയില്ലെന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെ ഓരോ മാസവും വേണ്ടിവരുന്ന ജീവിത ചെലവുകൾ എത്ര വരുമെന്ന് സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ടാകുകയും അതനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും വേണം.
ജോൺസൺ സാറിന്റെ ഒരു അടിപൊളി പാട്ട് കൂടി കേൾക്കാം. കല്ലിയാമ്പൽ കടവിലന്നരയ്ക്കോ വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പോ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. വിജയൻ സാറിന്റെ ഒരു അടിപൊളി പാട്ടാണ് പാടാൻ പോണത്. രണ്ടുപേരും പാടിക്കും. കുട്ടനടം പുഞ്ചയിലെ കെട്ടുവെള്ളം തുഴയുമ്പം പാട്ടൊന്നു പാടടി കാക്കതുമ്പി അന്ന് തുടങ്ങമത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പം കടങ്കഥ പറയടി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ. അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ ലൈഫ് എൻജോയ് ചെയ്തിട്ട് വാ. പഴയകാല ഓർമ്മയൊക്കെ വീണ്ടെടുത്തിട്ട് വാ. വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പവും അപ്രതീക്ഷിതമായി വരുന്ന ചികിത്സാ ചെലവുമെല്ലാം കരുതിയിരിക്കണം. വലിയൊരു തുക അതിനായും നീക്കിവെക്കേണ്ടി വരും. ഓർക്കുക, പ്രായം കൂടുന്തോറും റിട്ടയർമെന്റ് പ്ലാനിങ്ങിനായി നിങ്ങൾ മാറ്റിവെക്കേണ്ട തുകയും കൂടും. 30കളിലെങ്കിലും ചെറിയ തുകകൾ നിക്ഷേപിച്ചു തുടങ്ങിയാൽ റിട്ടയർമെന്റ് കാലത്ത് വലിയ ആശ്വാസം തന്നെയാകും.